ഹായ് എവരിവൺ. എല്ലാം ചെയ്തത് ഷാഫി പറമ്പിലാണ്, രാഹുലിനെ ഷാഫി കുടുക്കിയതാണ്, അങ്ങനെയൊക്കെയാണ് ചില കമൻറ്റുകൾ വരുന്നത്. പൊന്നാര മക്കളെ, ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ രാഹുലിനെതിരെ ഇല്ലാത്ത സ്ക്രീൻഷോട്ട് കൊണ്ടുവരികയും രാഹുലിനെ കുടുക്കാൻ ശ്രമിക്കുന്നതും നിങ്ങളാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാര്യം നിങ്ങൾ കാണാൻ വേണ്ടി ഒരു വീഡിയോ ഞാൻ ആദ്യം പ്ലേ ചെയ്യാം. ഷാഫിയും രാഹുലും എന്ത് ബന്ധമാണ്, ഷാഫിക്കും രാഹുലിനും മനസ്സിനുള്ളിൽ എന്താണ്, അതിനുശേഷം ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഓക്കെ, ഒരു വീഡിയോ നിങ്ങൾ ആദ്യം കാണണം. ഷാഫിജി, ഞാൻ രാഹുൽ ഈശ്വറാണ്. അങ്ങയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വ്യക്തിപരമായ താങ്കളുടെ നമ്പർ അറിയാം, നമ്മൾ മുമ്പ് സംഭാഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ജനങ്ങൾ കൂടി കേൾക്കണമെന്നുള്ളത് കൊണ്ടും ജനങ്ങൾ ഇത് ആക്റ്റീവായിട്ട് താങ്കൾക്ക് അയച്ചു തരണം എന്നുള്ളത് കൊണ്ടുമാണ് പബ്ലിക്കലി ഒരു വീഡിയോ ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ അങ്ങ് ശക്തമായ നിലപാടെടുക്കണം. എന്റെ നെഞ്ചിൽ ചവിട്ടിയെ എന്റെ സഹോദരനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ ഫെമിനാസികൾ വേട്ടയാടാൻ അനുവദിക്കൂ എന്ന് അതിശക്തമായ നിലപാട് താങ്കൾക്ക് എടുക്കണം. താങ്കൾ ഇപ്പം തന്നെ പ്രതിരോധിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം, അതിന് വലിയ പ്രണാമം. ഇത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്കിന്റെ കവർ പേജാണ്. അതിൽ ഏറ്റവും കൗതുകം എന്താ അറിയോ? രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്കിന്റെ കവർ പേജിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ നിൽക്കുന്ന ഫോട്ടോ ആണ് ഇട്ടിരിക്കുന്നത്. മുഖഭാവം കണ്ടാൽ അറിയാം, ഒരു അനിയൻ ചേട്ടനെ നോക്കുന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കളെ നോക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഈ താഴെ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട്, അത് ജോയ്സ് പി സാമുവൽ ആണ് ഇട്ടിരിക്കുന്നത്. ഓർക്കുക, കൗതുകം, ഷാഫി പറമ്പിൽ മുസ്ലിമാണ്, രാഹുൽ മാങ്കൂട്ടത്തിലെ ഹിന്ദുവാണ്, മതേതര ഹിന്ദുവാണ്, ജോയ്സ് പി സാമുവൽ ക്രിസ്ത്യാനിയാണ്. പക്ഷേ ആ ജോയ്സ് പി സാമുവൽ എഴുതിയിരിക്കുന്നത് രാമനും ലക്ഷ്മണനും ഒരമ്മയുടെ വയറ്റിൽ പിറന്നില്ല എന്ന് മാത്രം. താങ്കളെ രാമനായിട്ടും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലെ ലക്ഷ്മണനായിട്ടും രാമനും ലക്ഷ്മണനുമാണ്, ഒരമ്മയുടെ വയറ്റിൽ പിറന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ ശ്രീരാമൻ ഒരിക്കലും തന്നെ സഹോദരൻ ലക്ഷ്മണനെ വിടില്ല. അവരുടെ സഹോദര സ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവും അതാണ്. ഇനി താങ്കൾക്ക് പൊന്നാര മക്കളെ, ഇതാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമുള്ള ഒരു ബന്ധം. ഒരു കാര്യം പറയുകയാണ്, എന്താണ് രാഹുലിന്റെ കേസ്? പൊന്നുമക്കളെ, നമ്മുടെ ഫേസ് വെച്ച്, എൻ്റെ ഫേസ് വെച്ച് നാളെ ഒരു പെണ്ണ് പോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ മീഡിയാസിന് മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീഡിയാസ്, ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ, 24 തുടങ്ങിയ ചാനലുകൾ അതിൽ സത്യാവസ്ഥ ഉണ്ടോ ഒന്നും പരിശോധിക്കാതെ എൻ്റെ ഫേസ് ഇട്ട് വാർത്ത കൊടുക്കും. അൽത്തു വ്ലോഗ്സ് എന്ന യൂട്യൂബർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ്. അതായത് ഈ പരാതി കൊടുത്ത പെണ്ണിന് ഒരു പണിയുമില്ല, വീട്ടിൽ മിണ്ടാണ്ട് കിടന്നുറങ്ങാം. അതിനുശേഷം മാനം പോകുന്നത് എൻ്റെതാണ്, നാട്ടിൽ വില കുറയുന്നത് എൻ്റെതാണ്. കേസ് കൊടുത്ത പെണ്ണിന് സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാം. അതാണ് ഇവിടെ സംഭവിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തെറ്റും ചെയ്യാതെ ആരോ ഒരാൾ ഒരു കള്ള സ്ക്രീൻഷോട്ട് കൊണ്ടുവരികയും അതിനെ മീഡിയാസിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യുമ്പോൾ ലോകം എന്ത് വിചാരിച്ചു, കേരളം എന്ത് വിചാരിച്ചു, രാഹുൽ പീഡിപ്പിച്ചു എന്ന്. ഒരു കാര്യം പറയുകയാണ്, ഇതുവരെ ഒരു പെണ്ണ് പോലും ഒരു കേസ് പോലും കൊടുത്തിട്ടില്ല. ഒരു പെണ്ണും മീഡിയാസിന് മുമ്പിൽ ഇതുവരെ ഇരുന്ന് പറഞ്ഞിട്ടില്ല എന്നെ രാഹുൽ ഇങ്ങനെ ചെയ്തു എന്ന്. വെറും കള്ള സ്ക്രീൻഷോട്ടും വെറും കള്ള വോയിസ് ക്ലിപ്പിലാണ് രാഹുലിന്റെ വില പോകുന്നത്. ഒരൊറ്റ കാര്യം പറയുകയാണ്, പരാതി കൊടുക്കുന്ന പെണ്ണ്. ഇനിയിപ്പോ ആ പെണ്ണ് ഉള്ളതാണെങ്കിൽ അവൾക്ക് എന്തുകൊണ്ട് മീഡിയാസിൽ ഇരിക്കുന്നില്ല? അവളുടെ ഫേസ് ഫുള്ള് ബ്ലർ ചെയ്ത് തന്നെ നിങ്ങൾ കാണിച്ചോ, പ്രശ്നമില്ല. അതായത് അവളുടെ ഫേസ് ഒന്നും കാണിക്കണ്ട, അവൾക്ക് ഇങ്ങനെ ഇരുന്ന് പറയാമല്ലോ, രാഹുൽ എന്ന ഈ MLA എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന്. എന്തുകൊണ്ട് പറയുന്നില്ല? അതായത് അങ്ങനെ ഒരു മാറ്ററേ നടന്നിട്ടില്ല. ചില കമന്റ് ബോക്സ് ഷാഫി പറമ്പിലിന് തെറിയോട് തെറിയാണ്. ഷാഫി പറമ്പിലാണ് എല്ലാം ചെയ്തത്, രാഹുലിനെ ഷാഫി കുടുക്കിയത്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പൊന്നാര മക്കളെ, നിങ്ങൾക്ക് ഷാഫിയോടുള്ള അസൂയാണ്. ഒരു കാര്യം പറയുകയാണ്, നിലവിൽ കേരളത്തിൽ എത്ര MP ഉണ്ട്, എത്ര MLA മാരുണ്ട്, അവരാരും ചെയ്യാത്ത പുണ്യപ്രവർത്തിയാണ് ഷാഫി പറമ്പിൽ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, വടകരയിൽ എത്ര ഓഫീസാണ് നിലവിൽ MP ഓഫീസ് ഉള്ളത്? എന്തിനാണ് MP ഓഫീസ് വെച്ചത്? വടകരയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ ആ ഓഫീസിൽ പോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ പോയി അതിനെ പരിഹരിക്കുകയാണ്. പിന്നീട് ഒരു കാര്യം പറയുകയാണ് പൊന്നാര മക്കളെ, നല്ല രീതിയിൽ മഴ വരുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഏകദേശം റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായപ്പോൾ അവിടെ ആരാണ് ആദ്യം വന്നത്? ഷാഫി പറമ്പിലാണ്. എത്ര MLA മാരുണ്ട്, എത്ര MP മാരുണ്ട്? ഒരു MLA യും ഒരു MP യും അവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഷാഫി പറമ്പിലാണ്. അതിന്റെ അസൂയാണ്, അതിന്റെ സപ്പോർട്ടാണ് ഷാഫി പറമ്പിലിന് കിട്ടുന്നത് ഈ കേരളത്തിൽ. ഇവിടെ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ഒളിവിൽ പോവേണ്ട ആളാണ്. ഒരു കാര്യം പറയുകയാണ്, രാഹുൽ ഫുൾ ടൈം ആയിട്ട് മീഡിയാസിന് മുമ്പിൽ വരുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. അദ്ദേഹത്തോട് എന്ത് ചോദ്യം ചോദിച്ചാലും അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട്. കാരണം എന്താണ്? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല.
പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് പൊന്നാര മക്കളെ, നമ്മുടെ സിദ്ദിഖ് ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സിദ്ദിഖ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ സിദ്ദിഖ് ഒളിവിലായിരുന്നു. അവിടെ പരാതി അടക്കം കൊടുത്തിരുന്നു പെണ്ണ്. ഇവിടെ അങ്ങനെയല്ല, പരാതിക്കാരിയില്ല, ഒന്നുമില്ല. രാഹുലിനെതിരെ കള്ള സ്ക്രീൻഷോട്ടും കള്ള വോയിസ് ക്ലിപ്പും വരുമ്പോൾ രാഹുൽ ചങ്കൂറ്റത്തോടാണ് അതിനെ നേരിടുന്നത്. അതായത് നമ്മുടെ മീഡിയാസിനോട് എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് കള്ള സ്ക്രീൻഷോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ സത്യാവസ്ഥ തിരക്കണം. ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് തിരക്കിയതിന് ശേഷം മാത്രമേ വാർത്ത വിടണമെന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.